UAE-യിൽ വീണ്ടും ഇറാന്റെ ആക്രമണം നമുക്കത് വിശദമാക്കാം. അതുപോലെ സൗദി അറേബ്യ ട്രംപിന്റെ മുന്നിൽ വീണ്ടും മുട്ടുമടക്കി എന്നുള്ള റിപ്പോർട്ട് സൗദി അറേബ്യയിൽ നിന്നും വരുന്നുണ്ട്. നമുക്ക് അതും കൂടി വിശദമാക്കാം. ആദ്യം തന്നെ UAE-യിലേക്ക് പോകാം. UAE-യിൽ ഇന്ന് രാവിലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് സംഭവിച്ചിട്ടുള്ളത്. അത് വിശദമാക്കുന്നതിന് മുൻപായി ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ US മിലിറ്ററി പറഞ്ഞിട്ടുള്ളത് ഒരു ഇറാനിയൻ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 3 അമേരിക്കൻ ഡിസ്ട്രോയേഴ്സ് ഇൻ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ 3 അമേരിക്കൻ ഡിസ്ട്രോയേഴ്സിന് നേരെ ഇറാന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് US മിലിറ്ററി പറഞ്ഞത്. അതിനെ തുടർന്ന് US ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ മിലിറ്ററി ഫെസിലിറ്റീസിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഇറാൻ പറഞ്ഞത് US വയലേറ്റിംഗ് ദ സീസ് ഫയർ ബൈ ടാർഗറ്റിംഗ് ഷിപ്സ് നിയർ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലുള്ള ഷിപ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു. അത് സീസ് ഫയർ ലംഘനമാണെന്നാണ് ഇറാൻ പറഞ്ഞത്. അതുപോലെ carrying out air strike on civilian areas in Khmer, Sirik and Qashm Island. അതായത് കേഷം ഐലൻഡിലും സിരിക്കിലും അതുപോലെ ഖമീറിലും സിവിലിയൻ ഏരിയസ് ആണ്. അവിടെ US-ന്റെ സ്ട്രൈക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സീസ് ഫയർ വയലേഷൻ എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഇറാൻ UAE-നെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി UAE-ക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ അത് ഡിനൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫുജിയറയിലുള്ള അറ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് 2 ബാലിസ്റ്റിക് മിസൈൽസും 3 ഡ്രോൺസും വെച്ചിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മിനിസ്ട്രി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് എവിടെയാണെന്നുള്ള കാര്യമൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ ഇതിനെ തുടർന്നിട്ട്, അതായത് ഈ അറ്റാക്കിനെ തുടർന്നിട്ട് 3 ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ഇന്റർസെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും വിശദമാക്കിയില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് 2 ബാലിസ്റ്റിക് മിസൈൽസും അതുപോലെ 3 ഡ്രോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇറാൻ എന്നാണ് പറഞ്ഞത്. അതായത് അറ്റാക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അതുപോലെ പ്ലേസും പറഞ്ഞില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 3 മോഡറേറ്റ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് UAE പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ഒരു മിസൈൽ ത്രെട്ടിനെ തുടർന്ന് ദുബായ് ആൻഡ് അബുദാബി ഫ്ലൈറ്റ് സസ്പെൻഡ് ചെയ്തു എന്നാണ് UAE-യിൽ നിന്നും വരുന്ന ഇൻഫോർമേഷൻസ്. അതായത് ഫ്ലൈറ്റ്സ് ഫ്രം മുനിച്ച്, ആംസ്റ്റർഡാം, ബാംഗ്ലൂരു ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വാർണിംഗ് സൈറൻ വന്നതിന് ശേഷം UAE-യിലെ പല ഫ്ലൈറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്? സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് UAE-യിൽ നിന്നും വരുന്നത്. അതുപോലെ UAE മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച ദ കൺട്രി എയർ ഡിഫൻസ് ആർ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് എ മിസൈൽ ആൻഡ് ഡ്രോൺ അറ്റാക്സ് ഏർലി മോർണിംഗിൽ. ഓക്കെ, ഇനി ഇന്നലെ ഇറാൻ US-നെ അറ്റാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇറാൻ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്ന് കാണാം.